ഈ വീഡിയോ കണ്ടിട്ട് ഒന്നും പറയാതെ ഒന്നും ചെയ്യാതെ ഞാൻ ഒഴിവാക്കി വിട്ടതാണ്. കാരണം ഇതൊക്കെ സീസണൽ ഫാൻസ് ആണ്. 4 വർഷം കൂടുമ്പോൾ മാത്രം ഫുട്ബോൾ ഉണ്ട് എന്ന് അറിയുന്ന ആൾക്കാരാണ് ഇതേ ആൾക്കാരൊക്കെ. അല്ലാത്തൊരാൾക്കൊന്നും ഇങ്ങനെ സംസാരിക്കാനോ ഇങ്ങനെ പറയാനോ പറ്റൂല. ഇത് ഒഴിവാക്കി വിട്ട കേസാണ്. പിന്നെയും കുറെ ആൾക്കാർ ഇൻബോക്സിൽ അയച്ചു തന്നിട്ട് ഈ ഒരു CR7 ഫാനായിട്ട് എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും പറയാതെ ചോദിച്ചപ്പോൾ വെറുതെ പറയാണ്. CR7 ഫാനായിട്ടല്ല, ഒരു ഫുട്ബോൾ ഫാനായിട്ടാണ്. പൊന്നു മോളെ, ഒരു ഫുട്ബോൾ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ 90 മിനിറ്റ് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാം. ഇനി 90 മിനിറ്റ് പോട്ടെ, അതിനെ ഇന്നെ കൊണ്ട് പറ്റൂല എന്ന് വിചാരിക്കാം. ഒരു 90 മിനിറ്റ് കളിച്ച് ഫോണിലോ ടിവിയിലോ എവിടുന്നെങ്കിലും ഒന്ന് കാണുക. എന്നിട്ട് ഫുട്ബോൾ എന്താണെന്ന് ആദ്യം പഠിക്ക്. എന്നിട്ട് ആ ഒരു മനുഷ്യനെ വിമർശിക്ക്. ആ ഒരു മനുഷ്യനെ വിമർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള എന്ത് യോഗ്യത കണക്കുള്ളതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ആ ചെങ്ങായിനെ വിമർശിച്ചവർക്കൊക്കെ അയാൾ മറുപടി കൊടുത്തിട്ടുണ്ട്. അത് പല ടൈമിൽ പല ഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും അറിയാതെ, അല്ലെങ്കിൽ ഏതൊക്കെയോ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഫാൻ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന ഇമോജിയും അല്ലെങ്കിൽ മറ്റേ ട്രോളൊക്കെ കണ്ടിട്ട് ഇയാൾക്കെതിരെ പറയാൻ നിന്ന എൻ്റെ ഒക്കെ അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. എൻ്റെ ഒക്കെ ഫുട്ബോൾ അറിവ് അല്ലെങ്കിൽ എൻ്റെ ഒക്കെ ഫുട്ബോൾ നിലവാരമൊക്കെ എത്ര ഉണ്ട് എന്നുള്ളത്. നല്ല ഫുട്ബോളിനെ സ്നേഹിക്കുന്ന നല്ല മെസ്സി ഫാൻസ് ഉണ്ട്. അവര് പോലും ഇങ്ങനൊന്നും പറയണേ ഞാൻ കേട്ടിട്ടില്ല. ഇതൊക്കെ എന്ത് കണ്ടിട്ട് പറയാനാവോ? എന്നോടൊന്നും പറയാനില്ല.